മീൻ വാങ്ങിക്കുമ്പോഴേ ഫ്രൈ ചെയ്യണതിന് പകരം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്തായാലും ഫ്രൈ ചെയ്യണേലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മീനൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്ത് അതിലേക്ക് കുരുമുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഉപ്പും കൂടി ചേർത്ത് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് ഈ മീനിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അരമണിക്കൂർ ഞാൻ ഇതുപോലെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ മീനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പാൻ്റെ അടി പിടിക്കണോണ്ടാണ് ഞാനിതിൽ വേപ്പിലിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ മാത്രം വേപ്പിലിട്ടാൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ വേപ്പിലിടണ്ട. അങ്ങനെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഓയിലിൽ തന്നെ കുറച്ച് സവാളയും തക്കാളിയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ മീൻ പൊരിച്ച വെളിച്ചെണ്ണയിലാണല്ലോ നമ്മൾ ഈ സവാളയൊക്കെ ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആ മീൻ പൊരിച്ചതിൻ്റെ ഒരു എരിവും അതുപോലെ മസാലയുടെ എല്ലാ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ മീനിൽ ചേർത്ത സെയിം മസാല ആ സവാളയിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി മീൻ പൊളിച്ചത് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.